എല്ലാവർക്കും നമസ്കാരം. അതായത് സാസ് ഗാർഡൻസിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് കൈ കിട്ടിയിട്ട് ആർക്കെങ്കിലുമൊക്കെ വാടിപ്പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് തരിക കേട്ടോ. കൈ കിട്ടിയപ്പോഴത്തേന് കൈ കിട്ടി പ്ലാന്റ് നട്ട് കഴിഞ്ഞ് എൻ്റെ ഉത്തരവാദിത്തമല്ല. കാരണം ഞാൻ പ്ലാന്റ് റൂട്ട് പിടിപ്പിക്കുന്ന എല്ലാ മെത്തേഡും എന്നെ കൊണ്ടാവും പോലെ പറയുന്നുണ്ട്. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് അറിയാം, അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് അറിയാം ഞാൻ പ്ലാന്റ്സ് വാങ്ങിച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കൈ കിട്ടുന്നതിന് വരെ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഞാൻ തന്നെ ആർക്കെങ്കിലും ഡിലേ ആവുന്നതിൻ്റെ കൊറിയർ ഓഫീസിൽ വിളിച്ചിട്ട് എല്ലാം കറക്റ്റായിട്ട് പ്ലാന്റ്സ് കയ്യിൽ വാങ്ങിച്ച് തരുന്നുണ്ട്. നോക്കി, ഞങ്ങളുടെ കയ്യിൽ നിന്ന് പ്ലാന്റ് വാങ്ങിയിട്ട് 225 രൂപയും വണ്ടിക്കാശും പോയതല്ലാതെ നമ്മൾ ചെറിയ കൊമ്പ് കൊടുത്ത് ഒരാളെ പറ്റിച്ചു എന്നാണ് ഒരാൾ പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ ആരെങ്കിലും കയ്യിൽ നിന്ന് 225 രൂപ വാങ്ങിക്കാറില്ല. ഫസ്റ്റ് ഓഫ് ഓൾ അത് ഞാൻ പറഞ്ഞേക്കാം. 150 പ്ലസ് കൊറിയർ ചാർജ് 70 രൂപയാണ്. ടോട്ടൽ 220 രൂപ മാത്രമേ വാങ്ങിക്കുന്നുള്ളൂ. ഇങ്ങനെ ഈ കമൻറ്റ് കണ്ടിട്ട് ചില ആൾക്കാരൊക്കെ എനിക്ക് വാട്സപ്പിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, ഇയാളുടെ ഈ ചങ്ങാതി മെസ്സേജ് അയച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പ്ലാന്റ് നമ്മുടെ നിന്ന് വാങ്ങിയതാണെന്ന് പോലും തോന്നില്ല എന്ന്. സത്യമാണ്, എനിക്കും അങ്ങനെ തോന്നി. ആളിൻ്റെ നിന്ന് പ്ലാന്റ് വാങ്ങിച്ചായിട്ട് പോലും ഇങ്ങനത്തെ ഒരു മെസ്സേജ് അല്ല ഒരു കമൻറ്റ് കണ്ടിട്ട് എനിക്ക് എൻ്റെ നിന്ന് പ്ലാന്റ് വാങ്ങിയതാണെന്ന് പോലും തോന്നില്ല കേട്ടോ. ഞാൻ എൻ്റെ വാട്സപ്പ് ചാനലിൽ ഇട്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ദുരവസ്ഥ വന്നിട്ടുണ്ടെങ്കിൽ ഈ കുഞ്ചൂസ് എന്ന് പറഞ്ഞ ആൾ ഒന്ന് പറയുകയാണെങ്കിൽ ഞാൻ 200 നിങ്ങൾക്ക് എത്ര രൂപ ആയിട്ടുണ്ട്, നിങ്ങൾ അൺബോക്സിങ് വീഡിയോ നിങ്ങളുടെ പ്ലാന്റ് ഡാമേജ് ആയിട്ടുണ്ട്, ഷുവർ ആയിട്ട് ഞാൻ ആ പൈസ റീഫണ്ട് ചെയ്ത് തരാം. കാരണം ഈ ഒരു പൈസ കൊണ്ടിട്ട് എനിക്കൊന്നും ആവണില്ല കേട്ടോ. ഞാൻ ഈ ഒരു പൈസ കൊണ്ടിട്ടല്ല ജീവിക്കണേ. അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ എനിക്ക് ജസ്റ്റ് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. പൈസ റീഫണ്ട് ചെയ്ത് തരാം. ചുമ്മാ ആരെയും യൂട്യൂബിൽ കയറി ഇങ്ങനെ ഒന്ന് കമൻറ്റ് ചെയ്യുന്നത് ശരി